പത്രവാർത്തകളോട്ട് ഇന്ന് ലിജോ വർഗീസ് ആണുള്ളത്. ലിജോ വർഗീസ്, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. എന്താ ലിജോ വാർത്തകൾ? സേതു, മലയാള മനോരമ ഒരു പാട്ടിലൂടെയാണ് ഇന്ന് അവരുടെ വാർത്ത തുടങ്ങുന്നത്. കുഞ്ഞിക്കവിൾ മേഘമേ തുള്ളിത്തുളുമ്പാതെ നീ. ആ കുഞ്ഞു മോളുടെ ചിത്രം വെച്ചുകൊണ്ടാണ് ആ ഒരു വാർത്ത തുടങ്ങിയിരിക്കുന്നത്. സംസ്ഥാനത്തെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായി അലിൻ പരിക്കേറ്റത് കാർ അപകടത്തിൽ വ്യാഴാഴ്ച മസ്തിഷ്ക മരണം സംഭവിച്ച വാർത്ത. 9 മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിൻ്റെ അവയവങ്ങൾ 4 പേർക്ക് ദാനം ചെയ്ത വാർത്ത വെച്ചുകൊണ്ടാണ് മലയാള മനോരമ ഇന്ന് വാർത്ത തുടങ്ങുന്നത്. വളരെ ഹൃദയഹാരിയായി ആ വാർത്ത അവർ പ്ലേസ് ചെയ്തത് നമുക്ക് കാണാൻ കഴിയും. ആകാശത്ത് എവിടെയോ ഇരുന്നൊരു മാലാഖ കുഞ്ഞ് നമ്മൾക്ക് നോക്കി ചിരിക്കുന്ന പോലെ നമുക്ക് തോന്നും ആ വാർത്ത കണ്ടു കഴിഞ്ഞാൽ. വളരെ ഭംഗിയായി ആ വാർത്തയെ പ്ലേസ് ചെയ്തിട്ടുണ്ട് മലയാള മനോരമ ഇന്ന് ഒന്നാമത്തെ പേജിൽ. മറ്റു വാർത്തകളിലേക്ക് വരികയാണെങ്കിൽ പല പത്രങ്ങളിലും പല തരത്തിലുള്ള വാർത്തകൾ ഇന്ന് നമുക്ക് കാണാൻ കഴിയും. കേരള കൗമുദിയിൽ ഒന്നാമത്തെ പേജിലെ വാർത്ത ജഡ്ജിമാർക്കെതിരെ പരാതി പ്രളയം എന്ന വാർത്തയാണ് ഒന്നാം പേജിൽ കൊടുത്തിരിക്കുന്നത്. 10 വർഷത്തിനിടെ വർധന 51% എന്നുള്ളതാണ്. ചീഫ് ജസ്റ്റിസിന് ലഭിച്ചത് 8630 പരാതി എന്നുള്ളതാണ്. കഴിഞ്ഞ 10 വർഷത്തിനിടെ ഉന്നത സിറ്റിംഗ് ജഡ്ജിമാർക്കെതിരെയുള്ള പരാതികളിൽ 51% വർധനമുണ്ടായിരിക്കുന്നു എന്നുള്ളതാണ്. സുപ്രീം കോടതി, ഹൈക്കോടതി ജഡ്ജിമാർക്കെതിരെ 2016 മുതൽ 2025 വരെ 8630 പരാതികൾ. അഴിമതി, ലൈംഗിക ആരോപണങ്ങൾ അടക്കമുള്ള പരാതികളാണ് പല ജഡ്ജിമാർക്കെതിരെയും ഉള്ളതെന്ന് കേരള കൗമുദിയിൽ ഒന്നാമത്തെ വാർത്തയിൽ പറയുന്നു. മാധ്യമ പത്രത്തിലേക്ക് വരുമ്പോൾ അത് ബംഗ്ലാദേശ്, നമ്മുടെ തൊട്ട് അയൽ രാജ്യമായ ബംഗ്ലാദേശിൽ ഇന്നലെ നടന്ന തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. ബംഗ്ലാ ബന്ധു BNP എന്നുള്ളതാണ് അതിൻ്റെ ഹെഡ്ലൈൻ. ബംഗ്ലാദേശിൽ താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയാകും. 3-2 ഭൂരിപക്ഷവുമായി BNPയുടെ തിരിച്ചുവരവ് എന്ന വാർത്തയാണ്. ജമാഅത്തെ ഇസ്ലാമി മുഖ്യ പ്രതിപക്ഷം എന്നുകൂടി മാധ്യമം ആ വാർത്തയിൽ ചേർത്തിട്ടുണ്ട്. ഹസീനയെ വിട്ടുതരാൻ ആവശ്യപ്പെടും എന്നുള്ള കാര്യം മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നു. ഹസീന ഇപ്പോൾ ഇന്ത്യയിലാണുള്ളത്. ഷെയ്ഖ് ഹസീന രാഷ്ട്രീയ അഭയം തേടി ഇന്ത്യയിലുള്ളത് കൊണ്ട് അവരെ വിട്ടു നൽകണമെന്ന് പറയും എന്നുള്ള കാര്യം കൂടി മാധ്യമം റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. മംഗളം പത്രത്തിലേക്ക് വരുമ്പോൾ അത് മംഗളം പത്രം ആ വാർത്ത തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ട വാർത്തയാണ് കൊടുത്തിരിക്കുന്നത്. പക്ഷേ അതിനെ കുറെ കൂടി ഇന്ത്യൻ സൈഡിൽ നിന്ന് നോക്കിക്കൊണ്ടുള്ളൊരു വാർത്തയാണ്. അത് കരുതലോടെ ഇന്ത്യ എന്നുള്ളതാണ്. ബംഗ്ലാദേശിൽ BNP അധികാരത്തിൽ വന്നു. താരിഖ് റഹ്മാൻ പ്രധാനമന്ത്രിയാവും. ഹസീനയെ വിട്ടു നൽകണമെന്ന് BNP. താരിഖിനെ അഭിനന്ദിച്ച് മോദിയും ഗാർഗിയും എന്നുള്ള കാര്യം കൂടി പറയുന്നുണ്ട്. 2 പതിറ്റാണ്ടിന് ശേഷം പുതിയൊരു സർക്കാർ അവിടെ അല്ലെങ്കിൽ BNP അധികാരത്തിലേക്ക് വരുമ്പോൾ അവിടുത്തെ രാഷ്ട്രീയ സാഹചര്യം കൂടി പരിഗണിക്കേണ്ട നിലയിലേക്ക് രാജ്യം ഇന്ത്യ എന്ന നിലയ്ക്ക് അയൽ രാജ്യം എന്ന നിലയ്ക്ക് ഇന്ത്യ കൂടുതൽ കരുതലോടെ മുമ്പോട്ട് പോകേണ്ട ഒരു സമയമാണ് എന്നുള്ള കൂടി റിപ്പോർട്ട് ചെയ്തുകൊണ്ടാണ് മംഗളം പത്രത്തിൻ്റെ ഒന്നാമത്തെ പേജിൽ ആ വാർത്ത ഉള്ളത്. മാതൃഭൂമി പത്രത്തിലേക്ക് വരുമ്പോൾ മാതൃഭൂമി പത്രത്തിൽ മറ്റൊരു വാർത്തയാണ്. അത് കേരള എക്സ്പ്രസ് എന്ന വാർത്തയാണ്. 7 സംസ്ഥാനങ്ങളിൽ റെയിൽ പദ്ധതികൾക്ക് സർവേ അനുമതി എന്നുള്ളതാണ്. ലക്ഷ്യം മണിക്കൂറിൽ 160 കിലോമീറ്റർ. സർവേക്ക് കേരളത്തിൽ അനുമതി കിട്ടിയത് കേരളത്തെ സംബന്ധിച്ച് വലിയ ഗുണം കിട്ടിയിരിക്കുന്നത് ഷൊർണൂർ മംഗളൂരു 3-4 പാതകൾ 307 കിലോമീറ്റർ ഉണ്ട്. കോയമ്പത്തൂർ ഷൊർണൂർ 3-4 പാതകൾ. ഷൊർണൂർ എറണാകുളം 3-ാം പാത. എറണാകുളം കായംകുളം അത് കോട്ടയം വഴി പോകുന്ന പാതയാണ്. കായംകുളം തിരുവനന്തപുരം 3-ാം പാത. തിരുവനന്തപുരം നാഗർകോവിൽ, തുറവൂർ അമ്പലപ്പുഴ എന്നിങ്ങനെ ഉള്ള 1, 2, 3, 4, 5, 6, 7 പദ്ധതികൾക്ക് വലിയ തോതിലുള്ള അനുമതി ലഭിച്ചിരിക്കുന്നു എന്നുള്ള, അല്ലെങ്കിൽ അത് സർവേ അനുമതി ലഭിച്ചിരിക്കുന്നു എന്നുള്ള കാര്യമാണ് അതിൽ പറയുന്നത്. പക്ഷേ വ്യക്തതയോ ഉറപ്പോ ഇല്ല എന്ന് ജോൺ ബ്രിട്ടാസ് MPയുടെ ഒരു പ്രതികരണം കൂടി മാതൃഭൂമി ആ ഒന്നാം പേജിലെ വാർത്തയിൽ നിന്ന് നൽകിയിട്ടുണ്ട്. ദേശാഭിമാനിയിലേക്ക് വരുമ്പോൾ ദേശാഭിമാനിയിലെ ഇന്ന് ഒരു വാർത്ത, അത് ഇന്നലെ വലിയ ചർച്ചയായ രമേശ് ചെന്നിത്തലയുടെ പാഠപുസ്തകവുമായി ബന്ധപ്പെട്ട വിഷയമാണ്. ചെന്നിത്തല പരിഹസിച്ചത് നാടിനെ എന്ന് മുഖ്യമന്ത്രി പറഞ്ഞു എന്നുള്ളതാണ്. പാഠപുസ്തക വിതരണത്തെ അവഹേളിച്ചു. 2016 തൊട്ട് മുൻപുള്ള അവസ്ഥ കുറച്ചു കാലം കൂടി തുടർന്നിരുന്നുവെങ്കിൽ കേരളത്തിലെ ആയിരക്കണക്കിന് സർക്കാർ സ്കൂളുകളും എയ്ഡഡ് സ്കൂളുകളും പൂട്ടിപ്പോകുമായിരുന്നു എന്നുകൂടി മുഖ്യമന്ത്രി പറഞ്ഞ കാര്യം വാർത്തയായി ദേശാഭിമാനി ഇന്ന് ഒന്നാം പേജിൽ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ചന്ദ്രികയിൽ ഇന്നത്തെ വാർത്ത അത് ആഗോള അയ്യപ്പ സംഗമവുമായി ബന്ധപ്പെട്ട വാർത്തയാണ്. അയ്യപ്പ സംഗമത്തിൽ ആഗോള തട്ടിപ്പ് എന്നുള്ളതാണ് ഇന്നത്തെ ഒന്നാമത്തെ വാർത്തയായി ചന്ദ്രിക കൊടുത്തിരിക്കുന്നത്. എല്ലാം കണക്കാ. മുഖ്യമന്ത്രിക്ക് ഒരു രാത്രി കിടക്കാൻ 2 ലക്ഷം. കട്ടിട്ടും മതിവരാത്ത സർക്കാർ. ഉറക്കത്തിലും വിശ്വസിക്കാൻ പറ്റാത്ത പാർട്ടി. നിയമസഭയിലെ മറുപടി തെറ്റല്ലെന്ന് ദേവസ്വം മന്ത്രി. സ്പോൺസർമാരെ കാണാനില്ല. അങ്ങനെ കാര്യങ്ങളെല്ലാം വെച്ചുകൊണ്ടുള്ള അതിൽ തന്നെ പല കാര്യങ്ങളും ഇന്നലെ ഇതുമായി ബന്ധപ്പെട്ട ഈ വാർത്തയുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളിലും ഇന്നലെ തന്നെ മാധ്യമങ്ങളിൽ വന്ന വാർത്തകളാണ്. ആണ് ചന്ദ്രിക ഒന്നാം പേജിൽ വാർത്തയായി നൽകിയിരിക്കുന്നത്. ജനയുഗം പത്രത്തിൽ മറ്റൊരു വാർത്തയാണ്. അത് നവകേരള നയം എന്നുള്ളതാണ്. രാജ്യത്തെ ആദ്യ നഗര നയത്തിന് മന്ത്രിസഭാ അംഗീകാരം. ക്ലൈമറ്റ്
സ്മാർട്ട് നഗരങ്ങളുടെയും പട്ടണങ്ങളുടെയും തുടർ ശൃംഖല, സാമൂഹികവും സ്ഥലപരവുമായ അസമത്വങ്ങൾ കുറയ്ക്കും, സാമൂഹിക പിന്തുണാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തും തുടങ്ങിയ കാര്യങ്ങളാണ് കേരളത്തിൻ്റെ അടുത്ത 25 വർഷത്തെ വികസന പാത നിശ്ചയിക്കുന്ന നവകേരള നഗര നയത്തിന് മന്ത്രിസഭയുടെ അംഗീകാരം എന്നുള്ള വാർത്തയാണ് ജനയുഗം ഒന്നാം പേജിൽ പ്രധാന വാർത്തയായിട്ട് കൊടുത്തിരിക്കുന്നത്. ഒന്ന് രണ്ട് വാർത്തകൾ കൂടി. മാതൃഭൂമിയിൽ ഒന്നാം പേജിൽ ഖാർഗെയ്ക്കും കടുംവെട്ട് എന്നുള്ളതാണ്. നന്ദി പ്രമേയ പ്രസംഗത്തിലെ വലിയ ഭാഗം നീക്കിയ ഭാഗങ്ങൾ പുനഃസ്ഥാപിക്കണം, ഇല്ലെങ്കിൽ ജനങ്ങൾക്ക് മുൻപിലെത്തുമെന്ന് ഖാർഗെ പറഞ്ഞ കാര്യം കൂടി വാർത്തയായി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കേരള കൗമുദിയിൽ ഒരു വാർത്തയുണ്ട്. അതിന്ന് പ്രണയ ദിനമായതുകൊണ്ട് ആ വാർത്ത കൂടി ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. മാതൃഭൂമി അങ്ങനെയില്ല, പക്ഷേ മനോരമ കുറേ കൂടി പ്രണയ ദിനത്തിന് വേണ്ടി മാസ്റ്റേഡിൽ അങ്ങനെ ഒരു കുറേ കൂടി ഡിസൈനൊക്കെ ചെയ്തിരിക്കുന്നുണ്ട്. പക്ഷേ കേരള കൗമുദിയിലുള്ള വാർത്ത ലോക്കുകൾ പൂത്തുലഞ്ഞ് പ്രണയമരം എന്നുള്ളതാണ്. പിരിയാതിരിക്കാൻ സുഭാഷ് പാർക്കിനുള്ളിൽ മരത്തിന് സുരക്ഷയായി ഒരുക്കിയ ഗ്രില്ലിൽ കവിതാക്കൾ പിരിയാതിരിക്കുവാനായി താഴിട്ട് പൂട്ടിടുന്നു എന്ന ഒരു ചിത്രവും അതിനോട് വാർത്തയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അത് ഇന്നത്തെ ഈ ദിവസത്തിൻ്റെ പ്രത്യേകതയായി അവർ കൊടുത്തിരിക്കുന്നത് അങ്ങനെയാണ്. എഡിറ്റോറിയലുകളിലേക്ക് മൂന്ന് എഡിറ്റോറിയലോട് വായിച്ച് നമ്മൾ അവസാനിപ്പിക്കാം. എഡിറ്റോറിയൽ മാതൃഭൂമി പത്രത്തിൽ എഡിറ്റോറിയൽ പ്രഭാമയം ആ സന്ദേശം എന്ന കാര്യമാണ്. അതായത് ഇന്നലെ 70 പിന്നിട്ട ഒരു അമ്മയുടെ നീതിബോധവും വീര്യവും കണ്ട് കേരളമാകെ കൈയടിച്ച മനോഹര കാഴ്ചയാണ് കഴിഞ്ഞ ദിവസം സാക്ഷ്യം വഹിച്ചത്. തല നരയ്ക്കുവതല്ലൻ്റെ വൃദ്ധത്വം, തല നരയ്ക്കാത്തതല്ലൻ യുവത്വവും എന്ന കവിത കൂടി ചേർത്ത് വെച്ചുകൊണ്ടാണ് ആ കാര്യം പറഞ്ഞിരിക്കുന്നത്. കേരളത്തിലെ ലോകോത്തര നിലവാരമുള്ളതെന്ന അവകാശവാദമായി പണിയുന്ന റോഡുകളിൽ പോലും കാൽനട യാത്രക്കാർക്കായി സൗകര്യം ഒരുക്കുന്നില്ല എന്നതാണ് ദുഃഖകരമായ യാഥാർത്ഥ്യം. പുതിയ റോഡ് നിർമ്മിക്കുമ്പോഴും പഴയവ നവീകരിക്കുമ്പോഴും കാൽനട യാത്രക്കാർക്ക് സുരക്ഷിത പാത നിർബന്ധമാക്കിക്കൊണ്ടുള്ള നിയമം പാസാക്കിയ പഞ്ചാബ് മാതൃക അനുകരണീയമാണ് എന്നുള്ള കാര്യം കൂടി പറഞ്ഞുകൊണ്ടാണ് മാതൃഭൂമി എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. മനോരമയിലും ഒരു സ്ത്രീയുടെ, ഒരു വനിതയുടെ കാര്യം വെച്ചുകൊണ്ടാണ് എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. സർക്കാരിനെതിരെ കൂടിയാണ്. അത് കനൽ ജ്വലിക്കുന്ന സ്ത്രീ ശബ്ദം എന്നുള്ളതാണ്. ഒരു സ്ത്രീ നിശബ്ദതയുടെ തിരശീല വലിച്ചു കീറുമ്പോൾ എന്നുള്ളതാണ് ആശ ആച്ചി ജോസഫ് ഇന്നലെ മലയാള മനോരമയിൽ തന്നെ എഴുതിയ ലേഖനത്തിൻ്റെ തുടർ കാര്യം എന്ന നിലയ്ക്കാണ്. ഒരു തൊഴിലിടത്ത് വെച്ച് ലൈംഗിക അതിക്രമത്തിന് അല്ലെങ്കിൽ അതിന് ശ്രമം നടന്ന ഒരു ആൾ അത് തുറന്നു പറയുകയും അത് വലിയ തോതിൽ ചർച്ചയാവുകയും ചെയ്തൊരു ദിവസമാണ്. അതുകൊണ്ടാണ് കനൽ ജ്വലിക്കുന്ന സ്ത്രീ ശബ്ദം എന്ന പേരിൽ മനോരമ അത്തരത്തിലൊരു എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. ഒരു എഡിറ്റോറിയൽ കൂടി, അത് ബംഗ്ലാദേശുമായി ബന്ധപ്പെട്ടതാണ്. ബംഗ്ലാദേശിനെ പറ്റി എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്ന 1-2 പത്രങ്ങളിലുണ്ട്. അതിൽ ദേശാഭിമാനി പറയുന്നത് ബംഗ്ലാദേശ് ജനവിധി നൽകുന്ന പാഠങ്ങൾ എന്നുള്ളതാണ്. ബംഗ്ലാദേശ് രാഷ്ട്രീയത്തിലെ രീതി അനുസരിച്ച് മാതാവിൻ്റെ പ്രതിയോഗിയായിരുന്ന ഹസീനയെയും കുടുംബത്തെയും വേട്ടയാടാനാണ് താരിഖ് മുൻഗണന നൽകുന്നതെങ്കിൽ അവിടെ കാലത്തിനനുസരിച്ച് മാറ്റത്തിന് സാധ്യത കാണുന്നില്ല. ഹസീനയെ വീഴ്ത്തിയ യുവരോഷം BNP സർക്കാരിനെയും എതിരെയും തിരിയാം. അതായത് വികസനത്തിലേക്കോ ജനക്ഷേമ പ്രവർത്തനങ്ങളിലേക്കോ മാറാതെ അവർ ബദ്ധവൈരികളായി കാലങ്ങളായി കാത്തിരുന്ന ആളുകൾ തമ്മിലുള്ള പ്രശ്നങ്ങൾക്കായി ഈ വിജയത്തെയും മാറ്റുകയാണെങ്കിൽ അത് ബംഗ്ലാദേശിൻ്റെ ഭാവിയെ തന്നെ വലിയ തോതിൽ ബാധിക്കും എന്ന് പറഞ്ഞുകൊണ്ടാണ് ദേശാഭിമാനി ആ എഡിറ്റോറിയൽ എഴുതിയിരിക്കുന്നത്. അങ്ങനെ പല പത്രങ്ങളിൽ പലതരത്തിലുള്ള വാർത്തകൾ, അതിൽ തന്നെ സന്തോഷമുള്ളതും സങ്കടമുള്ളതും ഒക്കെ ആയ വാർത്തകളുണ്ട്. അത്രയും വാർത്തകളാണുള്ളത്. ഇനി സേതുലക്ഷ്മി.